കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. മീനച്ചിലാറിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പടിഞ്ഞാറൻ മേഖല ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കോട്ടയത്ത് വേളൂരിൽ നിന്ന് ഷിനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഒരു വേക്കപ്പ് കേരള പ്രേക്ഷകൻ ചോദിക്കുന്ന കാര്യം കോട്ടയത്തോട്ട് ഗതാഗതം ഉണ്ടോ എന്നതാണ്. കോട്ടയത്തേക്ക് എത്താൻ ഗതാഗതം ഉണ്ടോ എന്നതാണ്. ഈ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഏതൊക്കെ മേഖലകളിൽ റോഡിലൂടെ ഗതാഗതം സാധ്യമാണ്, ശക്തമായ വെള്ളക്കെട്ട് എവിടെയൊക്കെ ഉണ്ട്, എന്താണ് അവിടുത്തെ നിലവിലത്തെ സ്ഥിതി എന്നാണ് ഷിനോജ. മോദി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാലാ ഈരാറ്റുപേട്ട മേഖല ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായി അവിടെയൊക്കെ തന്നെ നടക്കുന്നുമുണ്ട്. ഇന്നലെ വെള്ളക്കെട്ട് പ്രത്യേകിച്ച് ഈ പാലായിൽ നിന്നൊക്കെ തന്നെ എത്തിയ വെള്ളം കോട്ടയം നഗര മേഖലകളിലേക്കാണ് എത്തിയത്. നാഗമ്പടം ഉൾപ്പെടെയുള്ള പല മേഖലകളിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഈ നാഗമ്പടത്ത് നിന്ന് ഒരു 100 മീറ്റർ വാഹനം പോകുന്നതിന് തന്നെ ഒരു 20-30 മിനിറ്റുമൊക്കെ എടുത്താണ് ഈ 100 മീറ്റർ നീങ്ങുന്നതൊക്കെ തന്നെ പരാതികളും ഒക്കെ തന്നെ ആ തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിൽ വെള്ളമൊക്കെ തന്നെ ആ മേഖലകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ പ്രേക്ഷകൻ ഏത് ഭാഗത്തു നിന്നാണ് കോട്ടയത്തേക്ക് എത്തുന്നത് എന്ന് മനസ്സിലായില്ല. ഒരു പക്ഷേ പാലാ ഈരാറ്റുപേട്ട ആ മേഖലയിൽ നിന്നാണെങ്കിൽ കോട്ടയത്തേക്ക് എത്തുന്നതിന് നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല. മറുവശത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കോട്ടയത്തേക്ക് എത്തുന്നതെങ്കിൽ പോലും ആ തരത്തിൽ വലിയ രീതിയിൽ പ്രശ്നമില്ല. എന്തായാലും നിലവിലിപ്പോൾ ഈ മഴ വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയും കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മീനച്ചിലാറിലെയും മണിമലയാറിലൊക്കെ തന്നെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വെള്ളക്കെട്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ അല്പം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വീണ്ടും മഴ പെയ്യുന്നതാണ് ജില്ലയിൽ ഏറ്റവും വലിയ ആശങ്കയായി മാറുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഇറങ്ങി തുടങ്ങുന്ന വെള്ളത്തിനൊപ്പം തന്നെ വീണ്ടും ഈ മഴ കൂടി പെയ്യുന്നത്, ഈ പെയ്ത്ത് വെള്ളം കൂടി വരുന്ന സമയത്ത് വീണ്ടും അത് വെള്ളക്കെട്ടിലേക്കൊക്കെ തന്നെ മാറും. ഇന്ന് രാവിലെ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ തന്നെ പലയിടങ്ങളിലുമൊക്കെ തന്നെ വെള്ളം ഇറങ്ങിപ്പോയ അവസ്ഥയുണ്ടായിരുന്നു റോഡുകളിലൊക്കെ തന്നെ. പക്ഷേ വീണ്ടും ഈ മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ആ മേഖലകളൊക്കെ തന്നെ വെള്ളം കയറുന്നു എന്നാണ് ഏറെ ഈ നാട്ടുകാരെന്നൊക്കെ തന്നെ നമുക്ക് വിളിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പാലായിലും ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ വീണ്ടും മീനച്ചിലാറിലേക്ക് തന്നെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളൂരാണ്. ഈ സ്കൂള് നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ച സ്കൂളാണ്, ഗവൺമെൻറ് LP സ്കൂൾ വേളൂർ ആണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ക്യാമ്പാക്കാനൊക്കെ തന്നെ നിശ്ചയിച്ചിരുന്ന സ്കൂൾ കൂടിയാണ്. ആ സ്കൂളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. സ്കൂളിൽ ഉൾപ്പെടെ തറനിരപ്പിനും അതിനേക്കാൾ മേലേക്ക് വരെ വെള്ളം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇന്നലെ നമ്മൾ വരുന്ന സമയത്ത് പലയിടങ്ങളിൽ ഈ ഭാഗങ്ങളുള്ള ആളുകളൊക്കെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ കനത്തതോടുകൂടി വെള്ളം കയറിയതോടുകൂടി ഈ ഭാഗങ്ങളൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 8000-ന് മുകളിൽ ആളുകളാണ് നിലവിൽ കോട്ടയം ജില്ലയിൽ മാത്രം ക്യാമ്പുകളിൽ കഴിയുന്നത്. 154 ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഈ മീനച്ചിലാറിലെ മണിമലയാറിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മഴ കനത്ത് നിൽക്കുന്നതാണ് പടിഞ്ഞാറൻ മേഖലയിൽ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണം.